ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ്. ബട്ട് ലാംഗ്വേജ് ഇസ് ഫസ്റ്റ് പ്രയോറിറ്റി. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴും തിയററ്റിക്കൽ ബേസിസ് ഉണ്ട് ഓഫ് കോഴ്സ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കോഴ്സ് ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ ഞാനിന്നുള്ളത് ഡ്രസ്റ്റണിൽ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ഉള്ള HTW യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. ഇതെന്ന് പറയുന്ന ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ തന്നെ ഒരു സ്റ്റുഡൻ്റായ അഭിഷേക് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നതാണ്. ഹായ് അഭിഷേക്, താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ ഇന്ന് അഭിഷേകാണ് നമ്മളൊപ്പം ഉള്ളത്. നിങ്ങൾക്ക് അഭിഷേക് ഈ യൂണിവേഴ്സിറ്റീസിൻ്റെ കോഴ്സസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അഭിഷേക് എന്തുകൊണ്ടാണ് ആദ്യം ജർമ്മനി ചൂസ് ചെയ്യാൻ കാരണം ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ എഡ്യൂക്കേഷൻ തന്നെയാണ്. ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് ഒരുപാട് കൺട്രീസ് നോക്കി. കാനഡയും ബാക്കിയുള്ള കൺട്രീസൊക്കെ കോഴ്സ് ട്യൂഷൻ ഫീ ചെയ്യാൻ ഒരുപാട് നല്ലൊരു എമൗണ്ട് ആവും. ബട്ട് ജർമ്മനി പറഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ജർമ്മനി, ഇറ്റലി കുറച്ച് കൺട്രീസ് മാത്രമേ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും ജോബ് സെക്യൂരിറ്റി അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ജർമ്മനി നല്ല ഓപ്ഷനായിട്ട് തോന്നി. സോ അതുകൊണ്ട് ഞാൻ ജർമ്മനി ചൂസ് ചെയ്തത്. അഭിഷേക് ഇവിടെ ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി ഇവിടെ ഡ്രസ്സണിൽ 2 പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഒന്ന് TUD ആണ്, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഹോഷിയുളയാണ്. ലൈക്ക് ഇത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സ്പോഷർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലൈക്ക് കോഴ്സസ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിരിക്കും. സോ ഞാനിപ്പോൾ ചെയ്യുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ തന്നെ ഇംഗ്ലീഷിലോട്ട് 2 പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. എൻ്റെ കോഴ്സും പിന്നെ ഇന്റർനാഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. ബട്ട് അത് കുറച്ചുകൂടെ കൊമേഴ്സ് ഫീൽഡ് ബാച്ചിലേഴ്സ് BCom ഒക്കെ ചെയ്തവർക്കാണ് കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു, അഡ്മിഷൻ കിട്ടുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്, മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇവിടെ എഞ്ചിനീയറിംഗ് ആണ്, ലൈക്ക് MSc അല്ല, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് സ്റ്റഡീസ് ആണ് ഉള്ളത്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ജർമ്മനിയിൽ ഈ ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫീൽഡിലൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ അഭിഷേകം ജർമ്മനി ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഇത് കൺസിഡർ ചെയ്തായിരുന്നു? ലൈക്ക് ആക്ച്വലി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആണ്. ഞാൻ ബാച്ചിലേഴ്സ് ചെയ്തത് സിവിലാണ്. ബട്ട് പറഞ്ഞ പോലെ ഞാൻ രണ്ടാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ മാനേജ്മെന്റ്, കുറച്ചുകൂടെ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റ് ഫീൽഡാണ്. ഓഫ് കോഴ്സ് അതിന് നല്ല ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ബട്ട് ലാംഗ്വേജ് ഇസ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ലാംഗ്വേജ് എന്തായാലും വേണം. ബട്ട് എനിക്ക് കുറച്ചും കൂടി താല്പര്യം എൻവയോൺമെന്റൽ ഫീൽഡ് ആയതുകൊണ്ടും ഞാൻ വേസ്റ്റ് മാനേജ്മെന്റ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിയാൻ നോക്കിയപ്പം ഈ കോഴ്സും TUD ഹൈഡ്രോ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സും ഉണ്ട്. ബട്ട് എനിക്ക് അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് ഇത് തോന്നിയതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാണ് ഒരു അപ്ലൈഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ പഠിക്കാൻ എങ്ങനെയാണ്? ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് പഠിക്കാൻ വയ്യ. കാരണം ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും ഇപ്പോൾ പുറത്തുള്ള രാജ്യം നോക്കിയാലും ഇവിടെ പഠിക്കുന്നത് ഭയങ്കര കൂടുതലാണ്. പാസ് പെർസെൻറ്റേജ് പൊതുവേ കുറവാണ് നമ്മൾ ബാക്കി കൺട്രീസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരു പഠിക്കാൻ കുറച്ചും കൂടെ ടഫ് അല്ലാത്ത ഒരു കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക് ഒരു അപ്ലൈഡ് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാം? അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ അപ്ലൈഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരിക്കലും കോഴ്സ് എളുപ്പമായിരിക്കും. ഇപ്പോൾ പറഞ്ഞത് ഇന്റർനാഷണൽ മാനേജ്മെന്റ് ആണെങ്കിൽ അത് അത്ര എളുപ്പമായിരിക്കണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കോഴ്സസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ബട്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിലുള്ള കോഴ്സ് എല്ലാം കുറച്ച് പാടും, ഹോഷിയുള്ളിലുള്ള എല്ലാം എളുപ്പമാണെന്ന് ഒരിക്കലും ഇല്ല. അതെല്ലാം കോഴ്സിൻ്റെ സ്ട്രക്ചറും ലൈക്ക് സ്റ്റുഡൻസിനെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കോഴ്സിൻ്റെ സമ്മറിയും കാര്യങ്ങളും എന്തൊക്കെ മൊഡ്യൂൾസ് ഇൻക്ലൂഡ് ആണെന്നുള്ളതെല്ലാം നമുക്ക് സെപ്പറേറ്റ് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡാണോ അല്ലെങ്കിൽ ഇന്ന മൊഡ്യൂൾസ് എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നോക്കിയിട്ട് വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് എല്ലാവർക്കും എളുപ്പമായിരിക്കും. പിന്നെ TU കുറച്ചും കൂടി തിയററ്റിക്കൽ ബേസ്ഡ് ആയതുകൊണ്ട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകാനാണ്. ഇപ്പോൾ PhD ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയായിരിക്കും ബെറ്റർ. ഹോഷിയുടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയതുകൊണ്ട് PhDക്കുള്ള സ്കോപ്പ് TUവിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ അഭിഷേകിന് എന്നും ക്ലാസ്സിൽ റെഗുലറായിട്ട് വരേണ്ടി വരുന്നു, പാർട്ട് ടൈമിന് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഇല്ല? അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് എന്ന് പറയുമ്പോഴും തിയററ്റിക്കൽ ബേസിസ് ഉണ്ട് ഓഫ് കോഴ്സ്. കുറച്ചും കൂടി ഇപ്പോൾ കോഴ്സിൻ്റെ സ്ട്രക്ചർ കുറച്ചും കൂടി ആ രീതിയിലാണെന്നേ ഉള്ളൂ. അപ്പം ഓഫ് കോഴ്സ് ക്ലാസ്സസ് കുറേ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ പാർട്ട് ടൈമായിട്ട് ഇനി മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് ഒരു ഇന്റേൺഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഈ കോഴ്സ് പ്രൊവൈഡ് ഇല്ല? ആക്ച്വലി എൻ്റെ കോഴ്സിന് കമ്പൽസറി ഇന്റേൺഷിപ്പ് ഇല്ല. ബട്ട് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞ ഇന്റർനാഷണൽ മാനേജ്മെന്റ് കോഴ്സിൽ ഒരു സെമസ്റ്റർ അവർക്ക് അബ്രോഡ് പോയിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. അവർക്കത് മാൻഡേറ്ററി ആണ്, ചെയ്തേ പറ്റുള്ളൂ. അപ്പം ജർമ്മനിയിൽ പല യൂണിവേഴ്സിറ്റീസും അങ്ങനെ ചില കോഴ്സസ് മാത്രം മാൻഡേറ്ററി ആണ്, അല്ലാത്തുള്ള ഒന്നും 4th സെമസ്റ്റർ തീസിസ് എന്നുള്ള ഒരു കൺസെപ്റ്റേ ഉള്ളൂ. അല്ലാതെ ഇന്റേൺഷിപ്പ് കമ്പൽസറി അല്ല. ബട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കൊരു ജോബ് ഒക്കെ കിട്ടാനായിട്ട് ഇന്റേൺഷിപ്പ് എപ്പോഴും നല്ലതാണ്. ഇന്റേൺഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എപ്പോഴും ഒരു പ്രയോറിറ്റി തരും നമ്മൾ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം ഏതൊരു ജോബിന് നമുക്ക് കിട്ടണമെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അഭിഷേകിന് ഒരു മാനേജ്മെന്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു എൻവയോൺമെന്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആകുമ്പോഴത്തേക്കും അതിന് ഇമ്പോർട്ടൻസ് എത്രയാണ് ജർമ്മൻ ലാംഗ്വേജ്? ഇപ്പോൾ
ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ ജർമ്മനിൽ IT ഫീൽഡിൽ പോലും ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫീൽഡ് കൂടുതലും ഓഫ് കോഴ്സ് ലാംഗ്വേജ് വേണം. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് പഠിച്ചിട്ടല്ല വന്നത്. പക്ഷെ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ ഏത് ഫീൽഡിൽ പോയി കഴിഞ്ഞാലും ഇപ്പം നമുക്ക് ഈവൻ ദോ അവിടെ ലാംഗ്വേജ് റിക്വയർമെൻ്റ് അല്ലാത്തൊരു ജോബ് ആണെങ്കിൽ കൂടി നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നവർ ജർമ്മനിൽ ഇപ്പോഴും പ്രായമുള്ള ആൾക്കാരായിരിക്കില്ല, ജർമ്മൻസ് ആയിരിക്കും. അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നെങ്കിൽ മാത്രമേ അവർ വർക്ക് സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ജർമ്മൻ അറിഞ്ഞാൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം എല്ലാ ഫീൽഡിലും ഈവൻ പാർട്ട് ടൈം ജോബ് കിട്ടാനാണെങ്കിൽ പോലും ലാംഗ്വേജ് അറിയുന്നത് എപ്പോഴും നല്ലതാണ്. ജർമ്മൻ ലാംഗ്വേജ് ഇങ്ങോട്ട് വരുന്നവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുക. അതൊരിക്കലും അവർക്കൊരു മോശം ഇതായിട്ട് മാറില്ല, അതൊക്കെ എപ്പോഴും അവർക്ക് അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാൻ താല്പര്യമുള്ളവരാണ്, ഇവിടെ ജോബ് നോക്കുന്നവരാണെങ്കിൽ പോലും ലാംഗ്വേജ് അറിയാമെങ്കിൽ അത്രയും ബെറ്ററാണ്. അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെതായ നല്ല രീതിയിൽ അവർ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അഭിഷേക് ഇവിടെ വന്നിട്ട് ഏകദേശം 2 years കഴിഞ്ഞു. അപ്പോഴത്തേക്കും എന്താണ് ജർമ്മനിയെ കുറിച്ച് പറയാനുള്ളത്? ജർമ്മനിലെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് എന്താണ്? പാർട്ട് ടൈം ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഡ്രസ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അപ്പം ഇതൊരു സ്മോൾ സിറ്റിയാണ്, ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ നല്ല. ഇപ്പം ബെർലിൻ, മ്യൂണിക്, ന്യൂറംബർഗ് എന്നുള്ള സിറ്റീസിൽ പോവുകയാണെങ്കിൽ അവിടെ ജീവിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൈം ഒരുപാട് ഉണ്ടെന്നേ പറയുള്ളൂ. പക്ഷേ ചിലപ്പം ഇപ്പോൾ ഹനോവർ ആണെങ്കിലും അല്ലെങ്കിൽ വെയ്മർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതൊക്കെ കുറച്ച് ടൗൺസ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഓൾറെഡി അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഇപ്പം ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന റൈഡിങ് ജോബാണ്, ഫ്ലിങ്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോബ്സിന് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇല്ല. ബട്ട് വിൻ്റർ സമയത്ത് ഈ പറഞ്ഞാൽ ഏത് സ്ഥലത്ത് പോയാലും ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് റെസ്റ്റോറൻറ്റ് ചെയിൻസ് അങ്ങനെയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പം സർവീസിലായിരിക്കും അവർക്ക് ആളെ വേണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ് ലാംഗ്വേജ് അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ആ ഓപ്പർച്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. അപ്പോൾ ഒരുപാട് 50 പേര് വരുന്നുണ്ട്, അതിനകത്ത് ലാംഗ്വേജ് അറിയാവുന്ന 2 പേരുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. അപ്പം പാർട്ട് ടൈമിലാണെങ്കിൽ പോലും ലാംഗ്വേജ് അറിയാമെങ്കിൽ എപ്പോഴും ബെനിഫിറ്റ് ആണ്. പിന്നെ ഇപ്പം ജർമ്മനിയിലേക്കുള്ള ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകളും കിട്ടാനുണ്ട്. എനിക്ക് തോന്നുന്നു പാർട്ട് ടൈമിന് പോലും പലയിടത്തും ഇവിടെ കൂടുതലും വിന്റർ ടൈം ആയതുകൊണ്ട് വിന്ററിൽ കൂടുതലും ഈ റൈഡിംഗ് ജോബ്സ് മാത്രമേ അവർ ഹയർ ചെയ്യുള്ളൂ. റെസ്റ്റോറൻറ്റ്സ് ഒന്നും അധികം വിന്ററിൽ ഹയർ ചെയ്യത്തുമില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും വരും. ലാംഗ്വേജ് ആണ് ജർമ്മനി ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ പോലും ലാംഗ്വേജ് എത്രത്തോളം അറിയാവോ അവർക്ക് അത്രയും നല്ലതാണ്. പിന്നീട് ഇപ്പം ഈ കോഴ്സേറ, ഉഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോംസിലൂടെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ കോഴ്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എൻ്റെ കോഴ്സ് ഇതാണെന്ന് മാത്രം പറഞ്ഞിരിക്കാതെ കോഴ്സേറയിലോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഓരോരോ കോഴ്സസ് ചെയ്താൽ അത് നമ്മുടെ CV വെച്ചാൽ അവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സസ് ഇവർക്ക് അറിയാം, എന്തൊക്കെ സ്കിൽസ് ഇവർക്കുണ്ടെന്നാണ് ഇവിടെയുള്ള മിക്ക കമ്പനീസ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക, ലാംഗ്വേജ് പഠിക്കുക, ഇതൊക്കെയാണ് മെയിൻ. അതെ അല്ല, പണ്ടൊക്കെ ഒരു 2 years മുന്നേ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ആണെങ്കിലും സ്കിൽസ് ഒന്നും അത്രയും കമ്പൽസറി അല്ലായിരുന്നു നമുക്കൊരു ജോബ് കിട്ടാനായിട്ട്. പക്ഷേ നമുക്ക് തന്നെ അറിയാം, നാട്ടിൽ നിന്ന് അവസാനത്തെ ഒരു 2 to 3 years ആയിട്ട് എന്തോരം ആൾക്കാരാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമുക്കൊരു ജോബ് കണ്ടുപിടിച്ച് പോകണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള സ്കില്ലും അതുപോലെ തന്നെ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജർമ്മനിയിൽ ഇപ്പോൾ ഒരു ജോബ് കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ കൾച്ചർ മീൻസ് ഇപ്പോൾ നാട്ടിലുള്ളവരെല്ലാവരും പുറത്തോട്ട് പോകുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നാട്ടിൽ ഇപ്പോഴത്തെ ഒരു പുതിയ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഒരു പുതിയൊരു കൾച്ചറിലോട്ട് പോകണം, അവർക്ക് ആ ഒരു രീതിയിലോട്ടൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. നാട്ടിൽ ജീവിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ജർമ്മനിയെ കുറിച്ചുള്ള? ആക്ച്വലി ഇവിടുത്തെ വർക്ക് കൾച്ചർ ഭയങ്കര കിടിലമാണ്. ലൈക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നുണ്ട്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് സ്പേസ് കിട്ടുന്നുണ്ട്, ടൈം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ പോലും അവർക്ക് വീക്കെൻഡ്സിലാണെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യേണ്ട, അവർക്ക് അവരുടേതായ പ്രൈവറ്റ് ടൈം കിട്ടുന്നുണ്ട്, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പം ചൈന അങ്ങനെയുള്ള കൺട്രീസിലാണെങ്കിൽ ഇത് മാക്സിമം ഒരു യൂട്ടിലൈസേഷൻ അല്ലേ ചെയ്യുന്നത്. ഇവരുള്ളവർ ആ ഒരു ചിന്താഗതിയിലേക്ക് പോയിട്ടില്ല. അവർ വർക്ക് ചെയ്യുന്ന എത്ര സമയമാണോ അവർ അത്രയും സമയം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള 1 മിനിറ്റ് പോലും അവർക്ക് അതിനെപ്പറ്റി സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു വർക്ക് കൾച്ചർ അല്ലെങ്കിൽ ആ ലൈഫ് ബാലൻസ് ഭയങ്കര രസമാണ് ഇവിടുത്തെ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ജർമ്മനിയിലോട്ട് ഇതാണല്ലോ വർക്ക് കൾച്ചർ നല്ല ഇതാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുവിധം അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയെ പറ്റിയും അതുപോലെ തന്നെ ജർമ്മനിയെ പറ്റിയും അറിഞ്ഞു വന്നു. അപ്പോൾ താങ്ക് യു അഭിഷേക് ഫോർ ജോയിനിങ്.